എന്നെ റിമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുന്നില്ല, എന്നെ അവിടെ സെല്ലിലിടാൻ പറ്റുന്നില്ല, ഇതൊന്നും പറ്റുന്നില്ല. എൻ്റെ പേരിലൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എന്നെ ഈ അർദ്ധരാത്രി വീട്ടിൽ കയറി ഇത്രയും പീഡനങ്ങൾ ഇത്രയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അർദ്ധരാത്രിയിൽ കുട്ടികളെയും ഈ സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയും വീടുകൾ അടിച്ചു പൊളിച്ച് മതിൽ ചാടി തകർത്ത് ഇത്രയും സീൻ ഉണ്ടാക്കിയിട്ട് ഇവരുദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമസ്കാരം. അതിക്രൂരവും പൈശാചികവുമായ പോലീസിന്റെ നരവേട്ട നടന്ന ഒരു വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ പള്ളിമൺ സ്വദേശിയായിട്ടുള്ള അജിയുടെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് അജി എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് അർദ്ധരാത്രി യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് അതിക്രമിച്ചു കയറുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രനായി തന്നെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അതിന് മധ്യയുള്ള വഴികൾ ഇവർക്ക് മനസ്സിലാകുന്നു തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. പോലീസിൻ്റെ ഈ ഒരു അബദ്ധം മറയ്ക്കാൻ പോലീസ് ഇപ്പോൾ ശരിക്കും നെട്ടോട്ടമോടുകയാണ്. വലിയ രീതിയിലുള്ള ഒരു വിഷയം തന്നെയാണിത്. കൊല്ലം ജില്ലയിലെ പള്ളിമൺ എന്ന പ്രദേശം കണ്ണനല്ലൂർ പോലീസിൻ്റെ പരിധിയിലായിരിക്കെ ചാത്തന്നൂർ പോലീസാണ് ഇവിടെ സ്ഥലത്തെത്തി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അജിചേട്ടനാണ്. അജിചേട്ടൻ ശരിക്കും ഇന്നലെ രാത്രി ശരിക്കും യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ഈ വീട്ടിലേക്ക് എത്തേണ്ടുള്ള ആ ഒരു സാഹചര്യം, ഇതിന് മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഞാനും ഈ പറഞ്ഞ പോലീസ് CA എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം അനൂപ് എന്നാണ് പേരെന്ന് അറിയാം. പക്ഷേ എനിക്ക് ഇദ്ദേഹം ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം
ഞാൻ വാറണ്ട് കേസിലെ പ്രതിയാണ്. എന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് വാറണ്ട് നിലവിലില്ല, കേസുമില്ല. കാരണം ഇത് ഡിസ്പോസ് ചെയ്തൊരു കേസുണ്ട്. സംഭവം യഥാർത്ഥത്തിൽ 2015 ഞാനും നമ്മളെ വാടക കൊടുത്തിന് കടമുറിയുമായി സംബന്ധിച്ച് ചെറിയൊരു വിഷയം ഉണ്ടാവുകയും അത് 2 കുട്ടികൾക്കും എതിരെ കേസെടുത്തു പോലീസ്. രാഷ്ട്രീയപ്രേരിതമായ രീതിയിലായി വന്നപ്പോൾ അത് ഞങ്ങൾ തന്നെ അത് കോംപ്രമൈസാക്കി തീർത്ത് കഴിഞ്ഞു, സെറ്റിൽ ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്തു. അപ്പോൾ കേസ് സെറ്റിലായത് കോടതിയിൽ നമുക്ക് ഡിസംബറിൽ നമ്മൾ പോകുന്നു. ജനുവരിയോടുകൂടി ഞങ്ങളെ എനിക്ക് 2 തവണ ഹാജരാകുന്നപ്പോൾ വാറണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. കോടതി അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പേര് ജാമ്യക്കാരുമായിട്ട് പോയി. ജനുവരി 1 തന്നെ നമ്മൾ ജാമ്യം എടുത്തു. അതായത് ഈ 2025 ജനുവരിയിൽ എടുത്തു. സെറ്റിൽമെൻ്റ് ആയതുകൊണ്ട് അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ മൊഴിയൊക്കെ എടുത്ത് മജിസ്ട്രേറ്റ് അത് അടുത്ത അവധി വെച്ചു. ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഒരു 20-29 ആണെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ജനുവരിയിൽ കേസ് ഡിസ്പോസ് ചെയ്തു. അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോരുന്നു. അപ്പോൾ ഇത് അവർ പറയുന്നത് വാറണ്ട് നിലനിൽക്കുന്നതാണ്. വാറണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഒരു പോലീസ് കോടതിയിലുണ്ടാവും. സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് അതാത് ഏതോ ഏരിയയിലാണോ അതാത് സ്റ്റേഷൻ്റെ ഭാഗത്തൊരു പോലീസ് കോടതിയിൽ ഡ്യൂട്ടിയിലുണ്ടാവും. അദ്ദേഹം നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇത് എല്ലാ ദിവസവും എഴുതിയും അത് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇനിയിപ്പം മജിസ്ട്രേറ്റോ ഞാനോ അല്ല പോലീസ് ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ രാത്രി യാതൊരു പ്രകോപനമില്ലാതെ തീർന്ന ഒരു കേസാണ്. അതും ഈ സ്റ്റേഷൻ ഈ സ്ഥലം നിൽക്കുന്നത് കണ്ണനല്ലൂർ പോലീസിൻ്റെ പരിധിയിലാണ്. ചാത്തന്നൂരിൽ നിന്നാണ് പോലീസ് എത്തിയത് അല്ലേ? അപ്പോൾ അത് ഒരു യാതൊരു പ്രകോപനമില്ലാതെ ഇന്നലെ രാത്രി എത്തിച്ചേർന്നതിന് പിന്നിൽ ഇന്നലെ രാത്രി എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ അതായത് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്തിനാണ് ഇത്രയും മതി പ്രകോപനം കാണിച്ച് വീട്ടിൽ അതിക്രമം കാണിച്ച് മതിൽ ചാടി കടന്ന് കഥ കെട്ടിപ്പൊളിച്ച് അകത്ത് കയറി കുട്ടികളെയും എല്ലാം ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിച്ച് അവരെ ഇവിടെ ഒരു ഭയപ്പെടുത്തി ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിലുപരി ഏതോ ഒരു ഭീകരജീവിയെ ഏതോ എന്ത് വലിയ അപരാധം ചെയ്തതുപോലെ സഹിക്കാൻ പറ്റാത്ത കുറ്റം ചെയ്തിട്ട് ഒളിച്ച് താമസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചവിട്ടിപ്പൊളിച്ചാണ് ഉറങ്ങിക്കിടക്കുന്നത്. എന്നെ വലിച്ചടിച്ച് വിവസ്ത്രനാക്കി, വസ്ത്രം പോലും ധരിക്കാൻ പറ്റില്ല. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾ SI ശ്രമം നടത്തുന്നു. പോലീസുകാരൊക്കെ എന്തെങ്കിലും മദ്യപിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് ഞാൻ ഒന്നാമത് ഉറക്കത്തിൻ്റെ ഒരു മയക്കത്തിൽ സമയം എത്ര അവർ 12 മണി കഴിഞ്ഞു. 12 മണിയും 12:30 ഇടയ്ക്കാണ് ഈ സംഭവങ്ങൾ എത്ര നടക്കുന്നത്. അപ്പം അവർ ആരാണെന്ന് പോലും വ്യക്തമാകുന്നില്ല. കാരണം ഞാൻ ഈ ഉറക്കം ഒരു പകുതി മയക്കത്തിൽ ഇവരോട് സംസാരിക്കാൻ അകത്ത് പോലീസ് കുട്ടിയുടെ കരച്ചിൽ എല്ലാം കൂടെ നമ്മളെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കാണ് കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക്. ഇവിടുന്ന് ഒരു ചിറകി മുണ്ട് തുണിയൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെ എതിർത്തു. അവസാനം ഞാൻ ഡ്രസ്സ് എടുത്ത് എല്ലാം ഇട്ടതിന് ശേഷം തള്ളിയും ഉന്തിയും പിടിച്ച് തന്നെ ഞാൻ ചെല്ലാമെന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തായിരുന്നു ഇവർ പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? ഞാൻ ചെല്ലുമ്പോൾ 1 മണിക്കൂറോളം എന്നെ പല ഏരിയയിലും കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണ്? മറ്റ് വേറെ ഏതൊക്കെ പ്രതികളെ കാണാനുണ്ട്, അവരെ കണ്ട് എടുക്കുന്നുണ്ട്. 1-2 പേരെ ജീപ്പിൽ കയറ്റുകയും ചെയ്തു. അതിനിടയിൽ ഞാൻ പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കേസാണ് എൻ്റെ പേരിലുള്ളത്, എന്തിൻ്റെ പേരിലാണ് ഈ വാറണ്ടാണെന്ന് പറഞ്ഞ് എടുക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളായിരിക്കുന്ന വാറണ്ട് എന്നെ കാണിച്ചിട്ടില്ല. വാറണ്ട് ഉണ്ടെന്നേ പറയുന്നത്. സാധാരണ അങ്ങനെയല്ല. അതുകൊണ്ട് വാറണ്ട് എന്നെ ബോധ്യപ്പെടുത്തും. നിങ്ങൾക്ക് എതിരെ വാറണ്ടുണ്ട് എന്ന് പറയുമ്പം അത് എന്നെ ബോധ്യപ്പെടുത്തണം. ഇതൊന്നും പറയില്ല. കേസ് നമ്പർ ഏതാണെന്നറിയില്ല, ഇതിലെ പ്രതിയെ വാദി ആരാണെന്നറിയില്ല, ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യാവോ, അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മൊബൈലിൽ നോക്കി നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അത് എൻ്റെ മൊബൈൽ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുന്നപ്പോൾ അത് നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ അന്നേരം ശകാരിക്കുകയാണ്. പുള്ളി ഈ പറഞ്ഞ മീണൂരപ്പുറം ഏതോ ഒരു പ്രതിയെ പിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ 2 പോലീസുകാർ ജീപ്പിലിരിക്കുകയും ഞാൻ അവരോട് പറഞ്ഞു, സാർ നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇത്രയും ടെക്നോളജി വളർന്നിട്ടുണ്ട്. നിങ്ങളെ വിരൽത്തുമ്പിലിരിക്കുന്നുണ്ട് എൻ്റെ വിധി നിർണയം. ഞാൻ ആ കേസിൽ പ്രതിയാണോ വാദിയാണോ, എന്നെ വെറുതെ വിട്ടിട്ടുണ്ടോ, കോടതിയിൽ ഈ കേസ് നിലനിൽപ്പുണ്ടോ, വാറണ്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഒന്ന് നോക്കിക്കേ. ആ നമ്പർ നോക്കാൻ അവരന്നേരം വിസമ്മതിച്ചെങ്കിൽ പോലും ഒരു പോലീസുകാരനത് ഇരുന്ന്
നോക്കി നമ്പർ. ഇപ്പോൾ അവർ പരസ്പരം രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. ഇത് മോശമായി പോയല്ലോ എന്നുള്ള പരസ്പരം സംസാരിക്കുക. അതിലൊരാളിറങ്ങി പുറത്ത് CA വാറണ്ട് പ്രതി പിടിച്ച് ജയിലിൽ ജീപ്പ് നിർത്തി കയറ്റുമ്പോഴും ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതിൽ നിന്നൊരു പോലീസുകാരനെ ഇറങ്ങി ചെല്ലുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും. അന്നേരം അയാൾ ഇന്നലെ തല ചൊറിഞ്ഞിട്ട് വല്ലാതെ എന്തോ ഒരു വല്ല നിരാശയോടുകൂടി വരുന്നു ഈ CA. അപ്പോൾ അബദ്ധം പറ്റി, അവർക്ക് അബദ്ധം പറ്റി എന്നുള്ളതാണ് ബുദ്ധിയായി. അപ്പോൾ എനിക്കിത് ഇവരുടെ സംസാരവും അദ്ദേഹത്തിൻ്റെ ആംഗ്യ ഭാഷകളും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തു നിന്നല്ല തെറ്റ്, അദ്ദേഹത്തിന് പറ്റിയ വീഴ്ചയിലാണ് ഇപ്പോൾ അവർ ഇപ്പം പരുങ്ങുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നിങ്ങളത് നോക്കിയോ? നോക്കിയെങ്കിൽ ഞാൻ അതിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രതിയല്ല, അല്ലെങ്കിൽ വാറണ്ടിൽ കേസിൽ പ്രതി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പം ഒരു പോലീസുകാരൻ പറഞ്ഞു, അത് ഇപ്പോൾ ഈ പിടിച്ചവരെ അങ്ങ് സ്റ്റേഷനിലോട്ടാക്കിയിട്ട് നിന്നെ കൊണ്ടാക്കാം, വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അത് മതി. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാമോ, ഈ കുഞ്ഞുങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നത്, എന്നെ ഇവിടെ ഇറക്കി വിടും, ഞാൻ നടന്നു പോയിക്കോളാം. എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, എന്നാൽ പിന്നെ എന്നെ ഒന്ന് ഫോൺ ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്ത് നിരപരാധിയാണല്ലോ, നിങ്ങൾ വിളിച്ച് കൊണ്ടുവന്ന ഒരു അന്തരീക്ഷവും ഇപ്പം നിങ്ങൾ ഈ പറയുന്ന അവസ്ഥയും കണ്ടിട്ട് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികളെ വിളിച്ചൊന്ന് പറയണം, പ്രശ്നമൊന്നുമില്ല, അച്ഛൻ സേഫാണെന്ന് ഞാൻ പറഞ്ഞോളാം, ഞാൻ നമ്പർ തരാം, ഒന്ന് ഡയൽ ചെയ്തിരുന്നു. അതിപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ പഠിത്തം നേരെ സ്റ്റേഷനിൽ വരുന്നത്. സ്റ്റേഷനിൽ വന്നതിന് ശേഷം മറ്റേ എല്ലാവരെയും സെല്ലിലേക്ക് ഇടുന്നു. എൻ്റെ അടുത്ത് നീ ഇവിടെ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. എനിക്ക് കസേര കൊണ്ടുവന്നു, അതൊക്കെ ചെയ്തു. നീ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയാം, എന്താ എനിക്കെന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? നിങ്ങളിവരെ പോലെയല്ലേ എന്നെ പിടിച്ചിട്ടുണ്ടോ, ഞാനതിൽ കിടന്നോളാം. അപ്പം പിന്നെ അവർക്ക് അബദ്ധം പറ്റിയുണ്ട്, എനിക്കൊരു കസേര തന്നു, ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം GD ചാർജുള്ള ഓഫീസറെ വിളിച്ചിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, സാറേ എന്തായാലും ഞാൻ സ്റ്റേഷനിലെത്തി, നിങ്ങളെന്നെ കൊണ്ടുപോകാതിരിക്കാം, പക്ഷേ അതിന് പിന്നെ കുട്ടികളെ വിളിക്കണം, എനിക്ക് വീട്ടിൽ എന്നെ കുഞ്ഞുങ്ങളെ അറിയിക്കണം, എൻ്റെ അവസ്ഥകൾ കുഴപ്പമില്ല എന്നുള്ളത്, അവർ വിഷമിക്കുകയാണ്, അവിടെ ആരുമില്ല, അപ്പോൾ ഫോൺ തരണം എന്ന് പറഞ്ഞപ്പോൾ GD ചാർജ് ഈ ഫോണിൽ വിളിക്കുക അത്യാവശ്യമാണെങ്കിൽ. അപ്പോൾ ആ ഫോൺ ഞാൻ എടുത്തപ്പോൾ ലാൻഡ് ഫോണാണ്. ആ നമ്പറിൽ ഡയൽ ടൂണ് പോലും ഇല്ലാത്ത ഡെഡായിരിക്കുന്നൊരു ഫോൺ എടുത്തിട്ടാണ് എനിക്ക് തരുന്നത്. ഞാൻ വെച്ചാൽ കളിയാക്കണോ സാറെന്ന് ചോദിച്ചു. നിങ്ങളെന്നെ പരിഹസിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ പറയാം, ഇതാ ഇവിടുത്തെ അവസ്ഥ, ഈ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ല, ഇവിടെ റിങ് അടിക്കും, കട്ടാവും. അപ്പം പലതവണ വിളിച്ചിട്ട് ഇത് കട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ഫോണാണ് എന്നെ പരിഹസിക്കാനായിട്ട് തന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, സാറിൻ്റെ കയ്യിലേക്ക് മൊബൈലിൽ എൻ്റെ കുട്ടിയുടെ നമ്പറിൽ നിന്ന് എൻ്റെ വീട്ടിലെ നമ്പർ തരാം, ഒന്ന് വിളിക്കും, ഇപ്പം പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് CA പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു, ഈ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴും വെള്ളം ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. ഇതൊരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ മൗലിക അവകാശങ്ങളാണ്. ഈ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ ഏത് സ്റ്റേഷൻ, എൻ്റെ സ്റ്റേഷൻ കണ്ണനല്ലൂരാണ്, എൻ്റെ സ്റ്റേഷൻ അതിർത്തി. അപ്പം ഇതേപോലെ ദൂരെയുള്ള ഒരു സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ ബന്ധുക്കളെയോ എൻ്റെ വക്കീലിനെയോ ആരെങ്കിലും ഈ വിവരമൊന്ന് അറിയിക്കണം, എൻ്റെ ബന്ധുക്കളെ ഞാൻ ഇന്നടത്ത് ഉണ്ടെന്നെങ്കിലും. അത് ഒന്നുകിൽ അവർ വിളിച്ച് പറയണം, അതല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് തരണം. അതുമല്ലെന്നുണ്ടെങ്കിൽ ദാഹിക്കുന്നെങ്കിൽ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എനിക്ക് നാക്ക് കുഴയുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരണം. അതൊന്നുമില്ലാത്ത എന്താണ് പറഞ്ഞത്? വെള്ളം ചോദിച്ചപ്പോൾ പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പല, എന്നാലും എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഒരു വനിതാ കോൺസ്റ്റബിളായിരുന്നത്. അപ്പം ആദ്യം വെള്ളം ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു അവിടെ വെള്ളം ഒരുപാട് എടുത്ത് കുടിക്കാൻ പറയുന്നു. കുടിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ എവിടെയെന്ന് അറിയില്ല, അവരെൻ്റെ അടുത്ത് ഇരിക്കുന്നു പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു വലിയ ജാറും ചെറിയ ഒരു ഇതായിട്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് വെള്ളം ഞാൻ ജാറിനേക്കും, ജാറിൽ വെള്ളമില്ല, ചെറിയ ജാറിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ അവർ ഏറ്റവും അടിമട്ടിയായിട്ട് കിടക്കുന്നത്. ഞാൻ പറയും, ഇതേ ഉള്ള വെള്ളം, ഈ വെള്ളമില്ല, ഇത് കുടിക്കാൻ കൊള്ളില്ലല്ലോ. ഇപ്പോൾ അതേ ഉള്ളൂ, എനിക്ക് വേണേൽ കുടി. എനിക്ക് അന്നേരത്തെ സാഹചര്യത്തിൽ എൻ്റെ നാവ് ഉണങ്ങിയതുകൊണ്ട് എനിക്ക് ഒരു നാവ് നനയ്ക്കാനെങ്കിലും ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ചരിച്ച് ഊറ്റി എടുത്തിട്ടാണ് നാവ് നനയ്ക്കുന്നത്. ഇറക്കി 2 ഗ്ലാസ് എനിക്ക് പിടിച്ചാൽ പറ്റുമോ, അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, മാഡം എനിക്ക് ദാഹം കൊണ്ട് ഇത്തിരി വെള്ളം സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അവരെന്തോ വെറുതാണ് നടന്നത്. ഞാൻ പുറകിലുണ്ട്, പക്ഷെ അവർ പറഞ്ഞത് ഞാൻ കേട്ടു, എന്നോടല്ല പറഞ്ഞത്. ഇനി ഞങ്ങൾക്ക് അത്ര വലിയതാകുന്ന പെടുത്തങ്ങനെ കുടിയെന്നാണ് അവർ നടന്നു പോകുന്നത്. ഒരു പോലീസ് വനിതാ കോൺസ്റ്റബിളാണ് പറയുന്നത്. അപ്പോൾ എന്നോടല്ല പറഞ്ഞത്, പുള്ളി സംസാരിച്ചങ്ങ് പോയത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പോലീസ് എന്നോട് പറഞ്ഞു, സാറ് വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞത് ഇതാണ് വെള്ളം ചോദിച്ചപ്പം. ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ മൂത്തവരല്ലേ, ഒരു പ്രായം ചെന്നവരല്ലേ, ഇയാളത് വിഷയമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ നിസ്സാരവൽക്കരിച്ച് കളയായത്. അപ്പോഴും ഞാനത് അവിടെ വെച്ചു, പോട്ടെ, ഇനിയിപ്പോൾ വിഷം വരുന്നില്ല. വെള്ളവും തന്നില്ല, ഒന്ന് ഫോൺ ചെയ്യാൻ തരുന്നില്ല. പക്ഷേ പിന്നെ ഇദ്ദേഹത്തിന് ഫോൺ പലപ്പോഴും വരുന്നുണ്ട്. സാർ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, CA അദ്ദേഹം പോയ ആളാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഫോൺ തരുന്നു. അവിടെ നമ്പർ പറ എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ പറഞ്ഞ് മോളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിഷമിക്കേണ്ട, ഞാനിവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം
എനിക്കറിയാം എന്നെ ഇവിടെ നിന്ന് വിടണമെന്നുണ്ടെങ്കിലും ആരെയും ഒരു കൂട്ടി വിടാതെ അവരെ വിടത്തില്ല ഒറ്റയ്ക്ക്. അപ്പോൾ ഏതെങ്കിലും രണ്ടുപേര് ആൾജാമ്യമെങ്കിലും ഇല്ലാതെ പറഞ്ഞു വിടാത്തില്ലെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു മാമനെ ആരെങ്കിലും ഉണ്ണിസാറിനെ ആരെങ്കിലും വെച്ചാൽ വിളിക്ക്, ആരെങ്കിലുമായിട്ട് വരാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് സിയെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞ് ആരെങ്കിലും അവനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആരെങ്കിലും വരാനുണ്ടോ? ഞാൻ പറഞ്ഞു വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയും നേരം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഫോൺ ചോദിക്കുന്നു. എനിക്കറിയാം ഇത് ഞാൻ നിരപരാധിയാണെന്നും ഈ കേസിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എന്നെ നിങ്ങൾക്ക് റിമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാനൊന്നും പറ്റില്ല. കാരണം ആ കേസ് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്ത കേസിലാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വിളിച്ച നമ്പർ വിളിച്ചാൽ വരും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഇവരെ കാണുന്നില്ല. അവർ തിരിച്ചല്ലേ ഉള്ളൂ. ഇവിടുന്ന് എങ്ങനെയാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ റോഡ് പണിയൊക്കെ നടക്കുന്നതാണ്. ഒരു 3/4 മണിക്കൂർ എടുക്കും അവിടെ വരെ. അപ്പോൾ ഞാൻ വീണ്ടും ഇയാൾ നിർബന്ധം. ഇയാൾ പിന്നെ വിളിക്കുകയാണ് പറയുന്നത്, വിളിക്ക്. അപ്പോഴത്തെ പെട്ടെന്ന് ഇത് എന്നെ കൊണ്ട് എഴുതി ഇത് ഒരു ഒപ്പിടിച്ചിട്ട് പറഞ്ഞു അവരോട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫാസ്റ്റാക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് പോകാം. ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കുഴപ്പമില്ല, ആൾ വരുമ്പോൾ കുട്ടി വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ വരുന്നു. ആധാർ ചോദിച്ചു, ആധാർ നമ്പർ എഴുതി അവരെ കൊണ്ട് ഒപ്പിടിച്ച് ആൾ ജാമ്യത്തിൽ എന്നെ പുറത്ത്. നിസ്സാരമായൊരു കേസ്. മനസ്സിലാക്കണം, എന്നെ റിമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റുന്നില്ല, എന്നെ അവിടെ സെല്ലിലിടാൻ പറ്റുന്നില്ല, ഇതൊന്നും പറ്റുന്നില്ല. എൻ്റെ പേരിലൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എന്നെ ഈ അർദ്ധരാത്രി വീട്ടിൽ കയറി ഇത്രയും പീഡനങ്ങൾ ഇത്രയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അർദ്ധരാത്രിയിൽ കുട്ടികളെയും ഈ സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയും വീടുകൾ അടിച്ചു പൊളിച്ച് മതിൽ ചാടി തകർത്ത് ഇത്രയും സീൻ ഉണ്ടാക്കിയിട്ട് ഇവരുദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിലവിൽ ഇപ്പോൾ എന്താണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കാണോ അതോ ഈ സ്റ്റേഷൻ പരിധിയിലാണോ പരാതി കൊടുത്തിരിക്കുന്നത്? ഇല്ല, ഈ സ്റ്റേഷൻ പരിധി കൊടുത്താൽ നമുക്ക് നീതി കിട്ടില്ലല്ലോ. കാരണം അദ്ദേഹത്തിന് ആ സ്റ്റേഷൻ പരിധിയിൽ അദ്ദേഹമാണ് CI, പിന്നെ അപ്പുറം ഇരിക്കുന്ന ACP ആണ്. അപ്പം നമ്മൾ അതിനപ്പുറത്തേക്ക് നോക്കുക എന്ന് പറയുമ്പം കമ്മീഷണറാണ്. ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് കമ്മീഷണർ കൊടുത്തു. കമ്മീഷണർ കൊടുത്തതിന് ശേഷം CM കൊടുക്കണം. അത് ഏകദേശം ഇതായിട്ടുണ്ട്. മെയിൽ ചെയ്യും, അല്ലാതെ നേരിട്ട് പോകണമെന്ന ആഗ്രഹത്തിലാണ് ഉള്ളത്. അതിന്ന് നാളായിട്ട് അതിനുള്ള കൺഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് തീരുമാനം പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ടൈം നോക്കിയിട്ട് പിന്നെ DGPക്ക് മെയിൽ ചെയ്ത് പോസ്റ്റിൽ 2 രീതിയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ ചെയ്ത് കഴിഞ്ഞു ഇന്നലെ തന്നെ എല്ലാവർക്കും. പിന്നെ എനിക്ക് ഇവിടുന്ന് നല്ല ഒരു പ്രതികരണമാണ് എനിക്ക് മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന്, കമ്മീഷണർ ഭാഗത്തുനിന്നുണ്ടായത്. അന്വേഷണത്തിന് ഒരു പ്രതിസ്ഥാനം ചുമതലപ്പെടുത്തി അദ്ദേഹം അതിനുള്ള അന്വേഷണവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ധൈര്യമായിട്ട് പോയിക്കോ, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നിലും സ്ഥലം മാറ്റം ഉണ്ടാവും, അതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിനുണ്ടാകുന്നൊരു പണിഷ്മെൻറ്റൊന്നും വലുതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്തായാലും അവർ അയാളെ സേഫാക്കാനേ നോക്കും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പുറത്ത് വലിയൊരു ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് വരട്ടെ. ഇനിയിപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന പണിഷ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതിനനുസരിച്ച് നമ്മളത് മുന്നോട്ട് പോകും. എന്തായാലും എനിക്കുണ്ടായ മാനസിക സംഘർഷം, എൻ്റെ കുടുംബത്തിനുണ്ടായ മാനഹാനി, നാണക്കേടും ഈ ലോകം മൊത്തം നമ്മളെ വളരെ മോശമായിട്ട് ആദ്യം ചിത്രീകരിക്കുകയും പിന്നെ അതിനുശേഷം എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സത്യം അതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ പോലും എന്നെ മോശക്കാരനാണെന്ന് എൻ്റെ ഭാഗത്തുനിന്നൊരു സംസാരത്തിൽ പോലും ആ വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വളരെ മര്യാദയായിട്ടാണ് ഞാൻ അവരോട് ഇടപെട്ടുള്ളത്. അപ്പം ജനങ്ങൾ കണ്ടതാണ് ഈ വിഷ്വൽ മൊത്തം. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്ത തെറ്റാണെങ്കിൽ അവരതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതിന് ഏതറ്റം വരെ ഞാൻ പോകും. വലിയ എനിക്ക് നോക്കട്ടെ. അദ്ദേഹം ഇന്നലെ എനിക്ക് മാഡം ഉറപ്പ് വന്നിട്ടുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്. നമ്മളല്ലാതെ ഈ അതാത് സ്റ്റേഷൻ തരത്തിൽ പരാതി കൊടുത്താലൊന്നും എനിക്കതിനകത്ത് ഒരു പ്രതീക്ഷയില്ല. ഇതൊരു പ്രതീക്ഷയാണ്. മാഡം കമ്മീഷണർ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എനിക്കതിനകത്ത് ഒരു പ്രതീക്ഷയിലിരിക്കുന്നു. നോക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ അജിയും കുടുംബവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കാണ് ഇദ്ദേഹം പരാതി കൊടുക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകേണ്ട പോലീസിൽ നിന്നാണ് ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിലൊരു പെരുമാറ്റമുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഞങ്ങളുടെയും ആവശ്യം. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിത്സൻ, വിസ്മയ ന്യൂസ്.